ഇന്ന് വലിയ വീഡിയോസൊന്നും ഇടാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പം ഞാനിന്ന് മീൻ വലിയ മാന്തലായിരുന്നു. അപ്പം അത് കിട്ടിയപ്പോൾ അത് വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കുന്നൊന്ന് ജസ്റ്റ് ഇടാമെന്ന് കരുതി. വേറൊന്നും വീഡിയോസ് എടുക്കാനൊന്നും കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ ആ വലിയ മാന്തൽ, ഞങ്ങളിവിടെ പടമാന്തൽ എന്നൊക്കെ പറയത്തിന് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് മുറിച്ച് കഴുകി എടുത്ത് വെച്ചാണിത്. എന്നിട്ട് പുളിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അപ്പോൾ ആ പുളി, മുളകും ഇത്തിരി മഞ്ഞൾപ്പൊടി, തക്കാളി, പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട്, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ അരിഞ്ഞിട്ട് നന്നായിട്ട് കൈകൊണ്ട് ഞെവണ്ടിയിട്ട് ശേഷമാണ് ഞാനിത് തിളപ്പിക്കാൻ വെച്ചത്. അപ്പോൾ അതൊന്നും എനിക്ക് എല്ലാം എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ അങ്ങനെ അതൊക്കെ നല്ലതായി തിളച്ച് വരുന്ന സമയത്തേക്ക് ഞാനിത് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് തേങ്ങ ചിരവിയിട്ട് അരച്ച് വെച്ചിരുന്നു. അപ്പോൾ തേങ്ങ ചിരവിയിട്ടാണ് കറി വയ്ക്കുന്നത്. അപ്പോൾ അങ്ങനെ അത് അരച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് തിളച്ചിട്ട്, നല്ലോണം തിളയ്ക്കാൻ വയ്ക്കുന്നില്ല, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് തിള വന്നതിന് ശേഷം എടുത്ത് മാറ്റി വയ്ക്കും. എന്നിട്ട് ചെറിയ ഉള്ളിയിലൊന്ന് വറവിട്ട് വയ്ക്കും കേട്ടോ. പക്ഷെ അതൊന്നും എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നൊരു കറി ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊന്ന് കാണിക്കാമെന്ന് കരുതി. പിന്നെ ബാക്കി കഷ്ണങ്ങൾ എടുത്തിട്ട് ഞങ്ങൾ പൊരിക്കുക ചെയ്തത്. ഇവിടെ കറി വയ്ക്കുകയും വേണം, പൊരിക്കുകയും വേണം. ഒരു കഷ്ണം, ഒരു 2 മീനുള്ളെന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് കഷ്ണം മുറിച്ചിട്ടൊന്ന് പൊരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അത്രയൊക്കെ ഉള്ളൂ. ഒരുപാടൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ കണ്ടൊന്ന് തന്നെ സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.